മുകളിൽ നിന്നും താഴേക്ക് വീണ് ഇടുവിന് പരിക്ക് പറ്റി കിടക്കുകയാണ്. നിനക്ക് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് വിശ്വാസമൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്കതിൽ വിശ്വാസമുണ്ട്. ഞാനും ആ ഒരു ലൈഫിൽ ഉണ്ണാമിന്റെ അച്ഛന്റെ അടുത്തും നിന്റെ അമ്മയുടെ അടുത്തും അതുപോലെ തന്നെ നിന്റെ അടുത്തും ക്ഷമ ചോദിക്കുന്നതായിരിക്കുമെന്നൊക്കെ ഇടുവും പറയുന്നു. അതേസമയം എനിക്ക് അങ്ങനത്തെ ഒരു ലൈഫിൽ ഒന്നും തന്നെ വിശ്വാസമില്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റുപറയേണ്ടത്. മാത്രമല്ല, എനിക്ക് നിന്നെ കൊണ്ട് ഇനിയും ഉപകാരമൊക്കെ വേണ്ടിയിരിക്കുന്നു എന്ന രീതിക്ക് ടോങ്ചു സംസാരിക്കുന്ന സമയത്ത് തന്നെ ഈടവും മരിച്ചു പോകുന്നു. ജാങ്സനും ഈഡുവിന്റെ അടക്കം കൂടുവാനായിട്ട് എത്തുന്നുണ്ടെങ്കിൽ പോലും നീയാണ് ആളെ വിട്ട് ഈഡുവിനെ കൊല്ലിക്കുവാനായിട്ട് ശ്രമിച്ചതെന്ന കാര്യമെല്ലാം തന്നെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു അടക്കം കൂടുവാനുള്ള യാതൊരു വിധത്തിലുള്ള അർഹതയും നിനക്കില്ല എന്ന് ഡോങ്ചു തന്നെ ജാങ്സന്റെ അടുത്തായിട്ടും പറയുന്നു. മാത്രമല്ല, കുറെ അധികം ഗുണ്ടകളെയും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ജാങ്സനും അടക്കൊക്കെ കൂടാതെ അവിടെ നിന്നും പോകുന്നു. ഡൊഹിയും ഇപ്പോൾ ഗുഹയുടെ അടുത്ത് ഡോങ്ചുവിന്റെ അച്ഛൻ ഈടുവാണെന്നുള്ള സത്യമൊക്കെ തുറന്നു പറയുകയാണ്. അതിന്റെ DNA റിസൾട്ടും ഞാൻ കണ്ടതാണ്. പക്ഷെ പ്രശ്നം അതൊന്നും തന്നെയല്ല. നമ്മുടെ കമ്പനി ഓരോ രീതിക്ക് വളർന്ന സമയത്തും കമ്പനിയിലുള്ള ഈടുവിന്റെ ഷെയർസ് ഒക്കെ കൂടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനും ആ ഒരു ഷെയർ എല്ലാം തന്നെ ടൈയോണ് കിട്ടേണ്ടതാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ ഡോങ്ചു ഈഡുവിന്റെ മകനായതുകൊണ്ട് തന്നെ ഈഡുവിന്റെ ഷെയർസ് എല്ലാം തന്നെ ഡോങ്ചുവിനും എത്തിച്ചേരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ടെൻഷനിലായിരുന്നു ടോഹി ഉണ്ടായിരുന്നത്. ചെയർമാൻ ചായും വൈഫും കൂടി ഒന്നിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഡോങ്ചു കൂടി എത്തിക്കുകയാണ്. മാത്രമല്ല, വൈഫിനോട് അവിടെ നിന്ന് പോകുവാനായിട്ട് ഡോങ്ചു പറഞ്ഞിട്ട് ചെയർമാൻ ചായോട് മാത്രമായിട്ട് ഡോങ്ചു സംസാരിക്കുന്നു. ഈഡു മരിച്ച ദിവസം നിങ്ങളോട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നല്ലോ ഈഡു എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അന്നത്തെ ദിവസം ഒരിക്കൽ പോലും നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജാങ്സണും നിങ്ങളും കൂടി ചേർന്നിട്ട് ഒന്നിച്ചാണ് ഈഡുവിനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചതെന്ന കാര്യം എനിക്ക് നന്നായി തന്നെ അറിയാം. എങ്കിൽ പോലും നിങ്ങളെ ഉപദ്രവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആരാണ് കൊല്ലുവാനായിട്ട് വന്നതെന്ന് എനിക്ക് അറിയിക്കുകയില്ല എന്നായിരുന്നു ഞാനും പോലീസിന്റെ അടുത്ത് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുവരെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ക്ഷമിക്കുവാനായിട്ട് ഞാൻ തയ്യാറാണ്. ഇനി ഒരിക്കലും നിങ്ങൾ എന്റെ പിന്നാലെ വരരുത്. അഥവാ നിങ്ങൾ വീണ്ടും എന്നെ ശല്യം ചെയ്യുവാനായിട്ട് എന്റെ പിന്നാലെ വരുവാനായിട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ ശിവനുവ് ഒരിക്കലും ഡേസിൻ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആവുകയില്ല. ഞാനും അതിന് അനുവദിക്കുകയില്ല എന്ന് ഡോങ്ചുവും ചെയർമാൻ ചായോട് പറയുന്നു. അതുകൂടാതെ ജാങ്സൺ ഈഡുവിന്റെ അടക്കൊക്കെ കൂടുവാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ അയാളെ പറഞ്ഞയക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളും ആ അടക്ക് കാണുവാനായിട്ട് വന്നേക്കരുതെന്നും കൂടി അവൻ അറിയിക്കുന്നു. എന്തായാലും ആ ഒരു സംഭവത്തിന് ശേഷം ഡോങ്ചു ഇറങ്ങിപ്പോയിട്ട് പിന്നീട് ചെയർമാൻ ചായനെ കാണുവാനായിട്ട് സ്യോനുവുമായിട്ട് എത്തുകയാണ്. ഈ ഒരു സമയത്ത് സ്യോൻമുന്റെ മനസ്സെല്ലാം തന്നെ ഡോങ്ചു മാറ്റിയെന്ന കാര്യം ചെയർമാൻ ചായും മനസ്സിലാക്കുന്നു. അതായത്, നേരത്തെ പഠിക്കുവാനായിട്ട് തനിക്ക് താല്പര്യമില്ല എന്നും ബൈക്ക് റേസിംഗ് ഒക്കെയാണ് തന്റെ പാഷൻ എന്നുമൊക്കെ ആയിരുന്നു സ്യോനുവു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴാകട്ടെ ഡോങ്ചുവുമായിട്ട് സംസാരിച്ചതിന് ശേഷം തനിക്ക് പഠിക്കുവാനായിട്ട് താല്പര്യമുണ്ടെന്നും ബിസിനസ് ഒക്കെ പഠിച്ചോളാമെന്നും അവനും പറയുകയാണ്. അതുകൂടാതെ ഇത്രയും നാളും മുത്തശ്ശ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന സ്യോൻവോ ഇപ്പോൾ ചെയർമാൻ ചായനെ അച്ഛ എന്നും വിളിക്കുന്നു. ഈഡുന്റെ അടക്ക് കൂടുവാനായിട്ട് ഡോങ്ചു നിൽക്കാത്തത് കൊണ്ട് തന്നെ ഇവനെ കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ടാണ് ഉണ്ണാം എത്തിയതെങ്കിൽ പോലും ഉണ്ണാമിന്റെ അടുത്ത് ഡോങ്ചുനോ സത്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയേണ്ടതായിട്ട് വരികയാണ്. അതായത്, ഈഡു തന്റെ അച്ഛനാണെന്നുള്ള കാര്യം അവനും അവളെ അറിയിക്കുന്നു. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് നിനക്ക് മാത്രമാണ്. അത്രത്തോളം പ്രാധാന്യം ഞാൻ ആർക്കും നൽകുന്നില്ല. മാത്രമല്ല, എന്റെ കുട്ടിക്കാലം മുതൽ എനിക്ക് ഈടുവിനെ ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് നീ ഈടുവിന്റെ മകനാണെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും എന്റെ ഉള്ളിലും ഞെട്ടലൊക്കെ ഉണ്ടാക്കിയെന്ന രീതിക്ക് ഉണ്ണാമോൻ സംസാരിക്കുന്നു. നമ്മുടെയൊക്കെ പേരൻസ് കുട്ടിക്കാലം മുതലേ ഒരു നെറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ അതിന്റെ അകത്ത് കുടുക്കി വെച്ചിരിക്കുകയായിരുന്നു. എങ്കിൽ പോലും നമ്മൾ ഇത്രയും പ്രായം ചെന്നിട്ടും ഒരു മുറിവും കൂടാതെ ആ നെറ്റൊക്കെ തകർത്ത് പുറത്തു വരുവാനായിട്ട് സാധിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ എന്ന് അവനും അവളുടെ അടുത്തായിട്ട് ചോദിക്കുന്നു. ഡോങ്ചുവും ഈഡുവിന്റെ അടക്കമൊക്കെ നടക്കുന്ന സ്ഥലത്ത് എത്തിയതിനു ശേഷം നേരത്തെ നടന്ന മറ്റൊരു സംഭവത്തെ കുറിച്ച് ഓർക്കുന്നു. അതായത്, അവസാനമായിട്ട് ഡോങ്ചുവും ഈഡുവും കണ്ടുമുട്ടിയപ്പോഴത്തേക്കും അവർ ഓരോന്നൊക്കെ സംസാരിക്കുകയാണ്. ഒരിക്കൽ ഡോങ്ചുവിനെ അന്വേഷിച്ച് ഈഡു വന്ന സമയത്ത് ഷിപ്പിൽ നിന്നും താഴെ വീണിട്ട് മരിക്കുവാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു സമയത്ത് ഡോങ്ചു ആയിരുന്നു ഈഡുവിനെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈഡു മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈഡുവിന്റെ അവസാനമായിട്ട് ശേഷിക്കുന്ന ചാരമെല്ലാം തന്നെ അതേ കടലിൽ തന്നെ ഡോങ്ചു ഒഴുക്കിവിടണമെന്നാണ് അവന്റെ ആഗ്രഹമെന്ന് അവനും പറയുന്നു. എങ്കിലും പോലും ഉടനെ ഒന്നും മരിക്കുവാനായിട്ട് ഈഡു തയ്യാറായിരുന്നില്ല. ഒരുപാട് കാലം ജീവിച്ചിട്ട് ഡോങ്ചു എന്നാണോ തന്നെ അച്ഛ എന്ന് വിളിക്കുന്നത് അതിനുശേഷം മാത്രം മരിക്കണമെന്നായിരുന്നു തന്റെ ആഗ്രഹം എന്ന രീതിക്ക് ഇപ്പോൾ ഈഡുവും പറയുന്നു. എന്തായാലും അതൊക്കെ ഓർത്തിട്ടുണ്ടായിരുന്ന ഡോങ്ചു
ഈഡുവിന്റെ അവശേഷിക്കുന്ന ചാരവുമായിട്ട് ഡോങ്ചുന്റെ വീട്ടിൽ തന്നെ തിരിച്ചെത്തുന്നു. പക്ഷേ ടയൂൺ സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു ഡോങ്ചുന് അതുപോലെ ഈഡുവിന്റെ ചാരമൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. അത് വീട്ടിലെ ബാക്കിയുള്ള അംഗങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. എങ്കിൽ പോലും എന്നെ പോലെ തന്നെ ഡോങ്ചുവും ഈഡുവിന്റെ മകനാണ്, അതുകൊണ്ട് തന്നെ അവനും ഇതേ അധികാരം തന്നെ ഉണ്ട് എന്ന രീതിക്ക് ടയൂണും സംസാരിക്കുന്നു. അത് കേൾക്കുമ്പോഴത്തേക്കുമായിരുന്നു ഡോങ്ചുവും ടയൂണും സഹോദരന്മാരാണെന്നുള്ള കാര്യമെല്ലാം തന്നെ സിയോനോ പോലും മനസ്സിലാക്കുന്നത്. പക്ഷെ ടയോണോ ഉണ്ണാമോ ഡോങ്ചുനെ തടയാത്തതിന്റെ പേരിൽ ചെയർമാൻ ചായക്കും കുറേയധികം വിഷമമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെയർമാൻ ചായയുടെ വൈഫ് പറഞ്ഞത് പ്രകാരം ഡോഹിയുമായിട്ട് ചെയർമാൻ ചായും സംസാരിക്കുന്നു. ഈഡുവിന്റെ സ്വത്തുക്കൾ ഒന്നും തന്നെ ഡോങ്ചുന് വരാതിരിക്കുവാനായിട്ട് നീ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നീ അതെല്ലാം തന്നെ ചെയ്തോളൂ. എന്തായാലും നീയും സിയോനുവും ഇപ്പോൾ ഒന്നിച്ചു നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്നുമില്ലെങ്കിലും നിങ്ങളെ സഹോദരി സഹോദരന്മാരല്ലേ. നീയും ഡോങ്ചുനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് സ്യോൻമുനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിനക്കും ഞാൻ കൂടുതൽ ഷെയർസ് ഒക്കെ നൽകുന്നതായിരിക്കുമെന്ന് ചെയർമാൻ ചായും ഡോഹിയുടെ അടുത്തായിട്ട് പറയുന്നു. ഈഡും ഡോങ്ചുവും അച്ഛനും മകനുമാണെന്നുള്ള കാര്യം എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കുകയാണ്. ഇത്രയേറെ വർഷം ഡേസൺ ഗ്രൂപ്പിന് വേണ്ടി വർക്ക് ചെയ്തിട്ട് പോലും ഡോങ്ചു അവസാന നിമിഷത്തിലല്ലേ ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞത്. അങ്ങനെ ഇരിക്കെ ഈഡുവിനെ അവനെ നഷ്ടപ്പെടുകയും ചെയ്തു. എന്തായാലും അതൊക്കെ വളരെ കഷ്ടമായി പോയി. നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ഡോങ്ചുനെ ചെന്ന് കണ്ടിട്ട് ഡോങ്ചുവിന്റെ അമ്മ ആരാണെന്നുള്ള കാര്യം എല്ലാം തന്നെ അവനെ അറിയിച്ചാലോ എന്ന് ജാങ്സന്റെ വൈഫും ഇപ്പോൾ ജാങ്സന്റെ അടുത്തായിട്ട് ചോദിക്കുകയാണ്. പക്ഷെ ജാങ്സനും അതൊന്നും തന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഈ ഒരു സമയത്തായിരുന്നു പ്രസിഡന്റ് ലീയും ജാങ്സനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈഡ് മരിച്ചതുമായി ബന്ധപ്പെട്ട് നിനക്ക് എന്തൊക്കെയോ പങ്കുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ടോങ്ചുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ പ്രശ്നം ഒന്നും തന്നെ ഉണ്ടാക്കുവാനായിട്ട് നീ പോകരുത്. അഥവാ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പിന്നെ നീ എന്നെ ഇങ്ങനെ ആയിരിക്കുകയില്ല കാണുക എന്ന രീതിക്ക് പ്രസിഡന്റ് ലീയും വളരെയധികം ദേഷ്യപ്പെട്ടൊക്കെ ജാങ്സന്റെ അടുത്തും സംസാരിക്കുന്നു. ചെയർമാൻ ചാ നേരത്തെ ഡോങ്ചു കൊടുത്ത പാസ്കോഡ് ഒക്കെ വെച്ചിട്ട് ഡോർ തുറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഒരു പാസ്കോഡ് എറർ ആണെന്ന് കാണിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ഡോങ്ചും യഥാർത്ഥത്തിലുള്ള പാസ്വേഡ് ഒക്കെ അടിച്ചിട്ട് ഡോറും തുറക്കുന്നു. നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് നിന്നും പണമോ ഗോൾഡോ വല്ലതും വേണോ? വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനും അതൊക്കെ എടുത്തു തരാമെന്ന് ടോങ്ചു പറയുന്നുണ്ടെങ്കിൽ പോലും ടോങ്ചു തന്നെ ചതിക്കുകയായിരുന്നു എന്ന രീതിക്കാണ് ചെയർമാൻ ചൈൻ സംസാരിക്കുന്നത്. അതായത് ഫേക്ക് ആയിട്ടുള്ള പാസ്കോഡ് ഒക്കെ ആയിരുന്നല്ലോ ടോങ്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ പണമെല്ലാം തന്നെ കട്ടെടുത്തോണ്ട് പോകുന്ന ഒരു മോഷ്ടാവ് എന്ന രീതിക്ക് മാത്രമായിരുന്നു ഡോങ്ചുവിനെ ചെയർമാൻ ചാ കണ്ടത് പോലും. അപ്പോൾ തന്നെ അവിടേക്ക് ജാങ്സൺ കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. ജാങ്സൺ ആവശ്യമായിട്ടുള്ള പണവും ഗോൾഡും ഒക്കെ എടുത്തിട്ട് ഡോങ്ചുവും ഇപ്പോൾ ജാങ്സനെ അതെല്ലാം തന്നെ ഏൽപ്പിക്കുന്നു. പിന്നീട് അവരും ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞിരിക്കുന്നുമുണ്ട്. ഡോങ്ചു ഇപ്പോൾ ഒരു ജേർണലിസ്റ്റിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഈ ഒരു ജേർണലിസ്റ്റും ഡാൻഡിലിയൻ ഫയൽസുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ നടത്തുന്ന കൂട്ടത്തിലാണ്. മാത്രമല്ല അവരങ്ങനെ കണ്ടുമുട്ടി നടന്നു വരുന്നതെല്ലാം തന്നെ കാണുന്ന ഗൂഹയും അതിന്റെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നു. കൂടാതെ ഇപ്പോൾ ആ ജേർണലിസ്റ്റിനെ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടായിരുന്ന ഗൂഹയ്ക്കും ഇതിനു മുമ്പ് ഇതേ ജേർണലിസ്റ്റ് ജാങ്സനെ കാണുവാനായിട്ട് വന്നതിനെ കുറിച്ചും ഓർമ്മ വരികയാണ്. പ്രസിഡന്റ് ലീയുടെ ഏറ്റവും അടുത്ത ആളാണ് അസംബ്ലിമാൻ. അതുകൊണ്ട് തന്നെ അസംബ്ലിമാനെ ജാങ്സനും വിളിപ്പിച്ചിരിക്കുന്നു. കൂടാതെ നേരത്തെ ചെയർമാൻ ചായയുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഗോൾഡും പണവും എല്ലാം തന്നെ ഈ ഒരു അസംബ്ലിമാന്റെ അടുത്ത് കൊടുക്കുകയാണ് ജാങ്സനും. പക്ഷെ അത് പൂർണ്ണമായിട്ടും അയാൾക്ക് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അതായത് ഈ ഒരു പണവും സ്വർണവും എല്ലാം തന്നെ വേണമെങ്കിൽ ടോങ്ചുവിനെ അസംബ്ലിമാന്റെ അടുത്ത് നിന്ന് മാറ്റണമെന്ന രീതിക്കാണ് ജാങ്സൺ സംസാരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്ററും ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്കൊക്കെ വരുന്നു. ഈ ഒരു സമയത്ത് ഞാൻ ജാങ്സനെ ഒരുപാട് തവണ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ജാങ്സൺ എന്നെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡോങ്ജി കാരണമാണ് താൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതെന്നും അതിൽ ഒരുപാട് നന്ദി ഉണ്ടെന്നും ഡോങ്ജിയുടെ അടുത്തും അയാൾ പറയുന്നു. ഡോങ്ചും ഇന്നാമും കൂടി ഒന്നിച്ച് മദ്യപിച്ചൊക്കെ ഇരിക്കുകയാണ്. ഈ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് നീ എല്ലാ കാര്യത്തിനും എന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നത്? നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് കിട്ടിയിട്ടുള്ളതെന്നൊക്കെ ഇന്നാമിന്റെ അടുത്ത് ഡോങ്ചു ചോദിക്കുമ്പോഴത്തേക്കും ജാങ്സനെ പോലെയുള്ള ഒരു വ്യക്തിയുടെ മുമ്പിൽ തോറ്റു കൊടുക്കുവാനായിട്ട് ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഡാൻഡിലിയൻ ഫയൽസ് വഴി ജാങ്സനെ ഇല്ലാതാക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് ഇന്നാമും മറുപടി കൊടുക്കുന്നു. ജേർണലിസ്റ്റും ഡൈഗത്തിന്റെ ഇൻസ്ട്രുമെന്റ് ഷോപ്പിൽ എത്തിയിരിക്കുന്നു. മാത്രമല്ല ജാങ്സനെ കുറിച്ച് അടങ്ങുന്ന ഡാൻഡിലിയൻ ഫയൽസ് എല്ലാം തന്നെ അയാളും ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഗുഹോയും ആ ഒരു ജേർണലിസ്റ്റിനെ കാണുവാനായിട്ട് എത്തുന്നു. പക്ഷെ ജേർണലിസ്റ്റുമായിട്ട് ഗുഹ സംസാരിക്കുന്ന സമയത്ത് ഗുഹ അയച്ചിട്ടുണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയാകട്ടെ ജേർണലിസ്റ്റിന്റെ ക്യാമറയിൽ നിന്നുമുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ ചോർത്തിയെടുക്കുകയാണ്. ഗുഹയും പല തവണയായിട്ട് ഡാൻഡിലിയൻ ഫയൽസ് നിനക്ക് കിട്ടിയോ എന്ന് ജേർണലിസ്റ്റിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും താൻ ഇതുവരെയായിട്ടും അതൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നൊരു മറുപടി ആയിരുന്നു ജേർണലിസ്റ്റും ഗുഹയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഗുഹയും ജേർണലിസ്റ്റിന്റെ ക്യാമറ വഴി ജേർണലിസ്റ്റ് ഒരു ബിൽഡിങ്ങിന്റെ അടുത്ത് കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. ആ ഒരു ബിൽഡിംഗ് നമ്മുടെ ടൈഗത്തിന്റെ ബിൽഡിംഗ് ആണ്. എന്തായാലും അവിടെ മൊത്തത്തിൽ ഒരു സെർച്ച് ഒക്കെ നടത്താമെന്ന രീതിക്കാണ് ഗുഹയും സംസാരിക്കുന്നത്. ഇന്നും ടൈഗത്തിന്റെ ഷോപ്പിൽ ഇരുന്നു കൊണ്ട് ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഗോഹോയും ഗോഹയുടെ ആൾക്കാരും കൂടി ഷോപ്പിലേക്ക് കയറി വന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന സകല ഫയൽസും അവിടെ നിന്നും എടുത്തോടൊക്കെ പോവുകയാണ്. അതുകൂടാതെ ഇന്നാമിനെയും അവർ ഉപദ്രവിക്കുന്നു.
ജാങ്സനും ഇന്നാമിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഗുഹയോട് ചോദിക്കുമ്പോഴത്തേക്കും ഇന്നാമ് ഇലീഗലായിട്ട് നേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊരു ഇൻഫോർമേഷൻ ഒക്കെ തനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ അയാളെ പിടിക്കുവാനായിട്ട് പോലീസ് നടക്കുകയാണെന്നുള്ള കാര്യമായിരുന്നു ഗോഹയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ജാങ്സനും ഇന്നാമിനെ ചെന്ന് കണ്ടിട്ട് നീയാണോ ഡാൻഡിലിയൻ ഫയൽസ് ഒക്കെ കൈക്കലാക്കിയതെന്ന രീതിക്ക് അവന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ആ ഫയൽസ് എന്താണെന്ന് പോലും തനിക്ക് അറിയുകയില്ല എന്നും താൻ ടൈഗത്തിന്റെ ഇൻസ്ട്രുമെന്റ് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന വെറുമൊരു തൊഴിലാളി മാത്രമാണെന്നുള്ള രീതിക്കായിരുന്നു ഇന്നാം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ടൈഗം ഒരു ഹാക്കർ ആണെന്നുള്ള രീതിക്ക് ജാങ്സൺ സംസാരിക്കുമ്പോഴത്തേക്കും അവൾ ഹാക്കർ ഒന്നുമല്ല, അവൾക്ക് നേരെ ചൊവ്വേ സ്പ്രെഡ്ഷീറ്റ് എടുക്കാനായിട്ട് പോലും അറിയുകയില്ല എന്ന രീതിക്ക് ഇന്നാമോൻ സംസാരിക്കുന്നു. എങ്കിൽ പോലും ഇന്നാമിനെ ഉപദ്രവിക്കുക എന്നതായിരുന്നു ജാങ്സന്റെ ലക്ഷ്യം. കുറെ നേരത്തിന് ശേഷം ടൈഗം തിരിച്ചെത്തുമ്പോഴത്തേക്കുമായിരുന്നു അവിടെ ഇന്നാം ഇല്ല എന്ന കാര്യവും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നതെന്നും അവളും മനസ്സിലാക്കുന്നത്. മാത്രമല്ല അവൾ ക്യാമറയൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും അതിന്റെ അകത്ത് നിന്നും മറ്റാളുകാർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നതിന്റെ ദൃശ്യം കൂടി കിട്ടുന്നു. അവളും ഇതെല്ലാം തന്നെ ഡോങ്ചുനും അയച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന സകല സാധനങ്ങളും അവർ എടുത്തോണ്ട് പോയിരിക്കുന്നു. മാത്രമല്ല ഇന്നാമിനെയും കാണുന്നില്ല. നീ എന്തെങ്കിലും ചെയ്തേ മതിയാകുമെന്ന് ടൈഗമോൻ ഡോങ്ചുനെ കോൾ ചെയ്ത് അറിയിക്കുന്നു. എന്തായാലും സഹായത്തിനായിട്ട് അഡ്മിനിസ്ട്രേറ്ററെ കൂടി ഡോങ്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു. അയാളും അയാളുടെ ആൾക്കാരുമായിട്ട് ഡോങ്ചുനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എത്തുന്നു. മാത്രമല്ല ചങ്സിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് എല്ലാം തന്നെ അയാളുടെ കയ്യിലും ഉണ്ടായിരുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലായിരിക്കും ഉറപ്പായിട്ടും ഇന്നാമിനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുക. ജാങ്സൺ വളരെയധികം രഹസ്യമാക്കി വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന രീതിക്കുള്ള എന്തോ ഒരു ഇൻഫോർമേഷൻ ആ ഡാൻഡിലിയൻ ഫയൽസിലുണ്ട്. ഞാനും അത് മൊത്തം ഒന്നും കേട്ടു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ആ ഇൻഫോർമേഷൻ എന്ന് എനിക്ക് അറിയിക്കുകയുമില്ല. പക്ഷെ അത് ആരും അറിയരുതെന്ന് അവൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവനും ഇതുവരെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിക്കാണ് അഡ്മിനിസ്ട്രേറ്ററും സംസാരിക്കുന്നത്. എന്തായാലും അയാളും അയാളുടെ ആൾക്കാരും ഇന്ന് അവനെ അന്വേഷിച്ചൊക്കെ പോകുന്നു. തന്റെ അടുത്തുള്ള ഇൻഫോർമേഷൻ ഒക്കെ വെച്ചിട്ട് അഡ്മിനിസ്ട്രേറ്ററും അയാളുടെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് ഒരുപാട് സ്ഥലത്തേക്ക് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ പോലും ആ സ്ഥലത്തൊന്നും തന്നെ ഇന്നാം ഉണ്ടായിരുന്നില്ല. പ്രസിഡന്റ് ലീയും ഡോങ്ചുനെ വിളിച്ചു വരുത്തുന്നു. ഒരു ലിസ്റ്റ് കൊടുത്തിട്ട് അതിലുള്ള പേരുകളൊക്കെ കാണാതെ പഠിക്കുവാനായിട്ട് ഡോങ്ചുവിന്റെ അടുത്തും അയാൾ പറയുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ഡോങ്ചു അയാളുടെ അടുത്തൊരു സഹായം ചോദിക്കുന്നത്. ഡോങ്ചു പറഞ്ഞത് പ്രകാരം ചാങ്സിനെ കോൾ ചെയ്യുന്ന പ്രസിഡന്റ് ലീയും എവിടെയാണ് ഇന്നാമിനെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതെന്നും അത് എവിടെയാണെങ്കിലും അയാളെ വെറുതെ വിടണമെന്നുമൊക്കെ ചാങ്സിന്റെ അടുത്തും സംസാരിക്കുന്നു. അന്നേരം ചാങ്സിനും ഇന്നാമനെ വെറുതെ വിടാമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് ടോങ്ചുന് ഇന്നാമനെ ഉപദ്രവിച്ച രീതിക്കുള്ള ഒരു ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുകയാണ്. ഗുഹയും ടീമും ഇന്നാമനെ പിടിച്ചോണ്ട് പോയ സമയത്ത് റൂമിൽ നിന്നും പല സാധനങ്ങളും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് ഡാൻഡിലിയൻ ഫയൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഫയൽസ് കിട്ടുവാനായിട്ടാണ് അവരും ഇന്നാമനെ പിടിച്ചു വെച്ചിട്ടുള്ളതെന്നും അതുകൊണ്ട് തന്നെ ഫയൽസ് കൊടുക്കാനായിട്ട് ഡോങ്ചു തയ്യാറാവുകയാണെങ്കിൽ അവനെ വെറുതെ വിടുന്നതായിരിക്കുമെന്നൊക്കെ ആയിരുന്നു ആ ഒരു ഫോട്ടോയുടെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫയൽസ് എല്ലാം തന്നെ തിരിച്ചു കൊടുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്ന ഡോങ്ചുനോട് ഒരു റൂഫ് ടോപ്പിലേക്ക് എത്തുവാനായിട്ടായിരുന്നു ചങ്സിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ആ ഫയൽസുമായിട്ട് ഡോങ്ചു എത്തി കഴിയുമ്പോഴത്തേക്കും അതെല്ലാം തന്നെ അവിടെ തന്നെ കത്തിച്ച് കളയുകയായിരുന്നു ചാങ്സിനും ചെയ്തത്. വളരെയധികം അവശനായിട്ട് ഉപദ്രവിക്കപ്പെട്ട രീതിക്ക് ഇന്നാമിനെയും ഇപ്പോൾ ജാങ്സൺ കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഈ ഡാൻഡിലിയൻ ഫയൽസ് ഒക്കെ ലീക്ക് ആവുകയാണെങ്കിൽ എന്നെ കുറിച്ച് ഓരോരോ ഗോസിപ്സ് ഒക്കെ ഉണ്ടാവും. അത് ഒഴിവാക്കുവാനായിട്ടാണ് ഞാനും ഇതെല്ലാം തന്നെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും എന്നെക്കാളും തെറ്റൊക്കെ ചെയ്തത് നീയാണെന്നുള്ള രീതിക്കാണ് ടോങ്ചുവിന്റെ അടുത്ത് ജാങ്സൺ സംസാരിക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ പ്രശ്നമൊക്കെ തുടങ്ങിയത് ഒരു മാനേജർ യുവിനെ കൊന്ന സമയത്താണല്ലോ. ആ ഒരു മാനേജർ യുവിനെ കൊന്ന കൂടെ നിന്നെയും കൂടി കൊല്ലുകയായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ലായിരുന്നു. പക്ഷെ അന്ന് നിന്നെ കൊല്ലുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല. മാത്രമല്ല ആ ഒരു സമയത്തായിരുന്നു നീയും സ്വിസ് അക്കൗണ്ടിന്റെ പാസ്വേഡ് ഒക്കെ കളക്ട് ചെയ്തിട്ട് നീയും ആ പണം എല്ലാം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അന്ന് നീ അങ്ങനെ ചെയ്യാതിരിക്കുകയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ സഹോദരി ഇപ്പോഴും ജീവിച്ചിരുന്നേനെ. നീയാണ് പണത്തിനു വേണ്ടി നിന്റെ സഹോദരനെ പോലും ബലി കൊടുത്തിട്ടുണ്ടായിരുന്നെന്നുള്ള രീതിക്ക് ജാങ്സണും സംസാരിക്കുന്നു. എന്തായാലും ഞങ്ങൾക്കിനി നിങ്ങളെ ആവശ്യമില്ല. നിന്നെയും ഇന്നാമിനെയും ഈ മുകളിലത്തെ നിലയിൽ നിന്നും താഴേക്ക് എറിഞ്ഞ് കൊല്ലുവാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ജാങ്സൺ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്ന ആൾക്കാര് ടോങ്ചുനെ തള്ളിയിടുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഒരു ഡ്രോണും പൊങ്ങി വരുന്നു. ആ ഒരു ഡ്രോൺ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ടൈഗമായിരുന്നു. അതായത് ഡ്രോണിലുണ്ടായിരുന്ന ക്യാമറ വഴി ഒരു ചാനലിൽ പോലും ലൈവായിട്ട് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ജാങ്സൺ ആയിരുന്നു ടോങ്ചുന്റെ സഹോദരനെ കൊന്നിട്ടുണ്ടായിരുന്ന എന്നുള്ള സത്യം എല്ലാം തന്നെ ഇപ്പോൾ TV വഴി എല്ലാവരും തന്നെ കാണുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും കാണാം. ബൈ.